രാധേ രാധേ. നിങ്ങൾക്ക് ആദ്യമായി മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ ദൈവങ്ങളെ ആരാധിച്ചു തുടങ്ങുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്നു. അത് ഏത് മതത്തിൽപ്പെട്ട ദൈവവുമാകാം. ഏത് ദൈവത്തെ ആരാധിക്കുമ്പോഴും നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നു. ആ പുണ്യം ഇങ്ങനെ കൂടി 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 നിങ്ങൾക്ക് വരും. അങ്ങനെ കൂടി വരുമ്പോൾ 100 കോടി ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിലേ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയാൻ കഴിയൂ, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകൂ. ആഗ്രഹമേ അപ്പോഴും ഉണ്ടാകൂ, അതിനപ്പുറത്തേക്ക് മാറി ഭക്തി വരില്ല. ഓർമ്മിക്കണം, 100 കോടി ജന്മങ്ങളുടെ പുണ്യം ഉണ്ടെങ്കിലും കൃഷ്ണന് ഭക്തി വരില്ല. കൃഷ്ണനെ കുറിച്ച് അറിയാനുള്ള താല്പര്യം വരും. 10,000 കോടി ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിലേ കൃഷ്ണനിൽ ഭക്തി ലഭിക്കൂ, കൃഷ്ണനെ ഭജിക്കണമെന്ന് തോന്നൂ, കൃഷ്ണനെ ഇഷ്ടദേവനായി സ്വീകരിക്കാൻ തോന്നൂ. 50,000 കോടി ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ രാധാറാണി എന്ന പേര് കേൾക്കാൻ പോലും തോന്നുകയുള്ളൂ. ഓർമ്മിക്കണം, 50,000 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രമേ രാധ എന്ന പേര് കേൾക്കാൻ പോലും കഴിയുകയുള്ളൂ. 70,000 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രമേ രാധ ആരാണെന്നറിയാനുള്ള താല്പര്യം ജനിക്കുകയുള്ളൂ. താല്പര്യമാണ്, ഭക്തിയില്ല. 1,00,000 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രമേ രാധാറാണിയിൽ ഭക്തി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ രാധാഭക്തരാണോ? നിങ്ങൾ ശ്രീരാധേ 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 എന്ന് മനസ്സിൽ തട്ടി വിളിക്കുന്നവരാണോ? 1,00,000 കോടി ജന്മങ്ങളുടെ പുണ്യമായി വന്ന വിശിഷ്ടമായ ജന്മമാണ് നിങ്ങളുടേത്. വിശിഷ്ടമായ ജന്മം. നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്ക് സമയമായിരിക്കുന്നു. രാധയെ ഭജിക്കുന്നവരാരായാലും അവരെ ഞാൻ 2 കൈയും കൂപ്പി തൊഴുന്നു. ശ്രീരാധേ 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 ശ്രീരാധേ.